ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. സോ നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും ലാംഗ്വേജ് കുറച്ചും കൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ആണ് അല്ലേ പഠിച്ചത്. ഇന്ന് നമുക്ക് മറ്റൊരു ടെക്നിക്ക് പഠിച്ചാലോ? നമ്മളെപ്പോഴും പറയാറുണ്ട് സമയമായി, ഒരു ചായ കുടിക്കാൻ സമയമായി, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ സമയമായി, മൊബൈൽ മാറ്റാൻ സമയമായി, പരിപാടി കഴിയാൻ സമയമായി, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങാൻ സമയമായി. നിങ്ങൾ പറയാറില്ലേ ഇങ്ങനെ സ്ഥിരം എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാറായി എന്നുള്ളത് സമയമായി എന്ന് വെച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് അതിനൊരു ഇംഗ്ലീഷ് ഫ്രേസ് യൂസ് ചെയ്ത് പറയാം. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് ദ സെഷൻ. ഇറ്റ് ഈസ് ടൈം ടു എന്നാണ് ഇതിൻ്റെ ആ ഒരു ഫ്രേസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്കത് ഇറ്റ്സ് ടൈം ടു വെച്ചിട്ട് പറയാം. ഇറ്റ്സ് ടൈം ടു. അപ്പോൾ ക്ലാസ് തുടങ്ങാൻ സമയമായി എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് ദ ക്ലാസ്. ക്ലാസ് തുടങ്ങാൻ സമയമായി. ഫുഡ് കഴിക്കാൻ സമയമായി. ഇറ്റ്സ് ടൈം ടു ഹാവ് സം ഫുഡ്. ഇറ്റ്സ് ടൈം ടു ഹാവ് സം ഫുഡ്. ഇപ്പോൾ ചായ കുടിക്കാൻ സമയമായി എന്നാണെങ്കിലോ ഇറ്റ്സ് ടൈം ടു ഹാവ് സം ടീ. ഇറ്റ്സ് ടൈം ടു ഹാവ് എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ നമുക്ക് പറയാം. ക്ലാസ് അവസാനിക്കാൻ സമയമായി എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ക്ലാസ്. ആ പരിപാടി അവസാനിക്കാൻ സമയമായി. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ സെഷൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനോ അവസാനിക്കാനോ എന്തിനെങ്കിലും സമയമായി എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ്സ് ടൈം ടു എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും ഈ ഇറ്റ്സ് ടൈം ടു പറയുമ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വേർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ആ കാര്യം മാത്രം നമ്മളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ചായ കുടിക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രാർത്ഥിക്കാൻ സമയമായി എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഇറ്റ്സ് ടൈം ടു പ്രേ എന്നേ പറയാവുള്ളൂ. ഒരിക്കലും പ്രേഡ് അല്ലെങ്കിൽ പ്രെയർ അങ്ങനെ ഒന്നും പറയരുത്. ജസ്റ്റ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഇറ്റ്സ് ടൈം ടു പ്രേ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഷൈൻ ആവാൻ പറ്റും അല്ലേ. അതെ, നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി എന്ന് ഫ്രണ്ട്സിന് പറയുന്നതിന് പകരം ഇനി എന്ത് പറയുക? ഇറ്റ്സ് ടൈം ടു ഹാവ് സം ഫുഡ്. ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ആക്ച്വലി ലാംഗ്വേജിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഇനി മറ്റൊരു ടെക്നിക്ക് നോക്കിയാലോ? മറ്റൊരു ടെക്നിക്ക് വളരെ ഈസിയാണ്. നമ്മൾ പറയാറുണ്ട് സാധ്യതയുണ്ട്, അവൻ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു സാധനമാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പരിപാടി തുടങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പരിപാടി അവസാനിക്കാൻ സാധ്യതയുണ്ട്, റിലീസ് ആവാൻ സാധ്യതയുണ്ട്, ആ പടം ഉടനെ റിലീസ് ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ അല്ലേ. ഈ സാധ്യതയുണ്ട് എന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയണമെന്നറിയോ? സാധ്യതയുണ്ട് എന്നതിന് പറയുന്നത് ലൈക്ലി ടു എന്നാണ്. ഓക്കെ, ലൈക്ലി ടു. അവൻ വരാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹീ ഈസ് ലൈക്ലി ടു കം. അവൻ വരാൻ സാധ്യതയുണ്ട്. അവൾ വിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ പറയാം? ഷീ ഈസ് ലൈക്ലി ടു വിസിറ്റ്. അവൾ വിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധ്യതയുണ്ട് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ലൈക്ലി ടു യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു മൂവി റീസെൻ്റ്ലി റിലീസ് ആകാൻ പോകുന്നുണ്ട് അല്ലേ, കൽക്കി മൂവി. അപ്പോൾ അതിൽ ദുൽഖർ സൽമാൻ വരാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 ടെക്നിക്സ് ആണ് പഠിച്ചത്. 2 ടെക്നിക്സും ആക്ച്വലി നമ്മളെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും താഴ്ക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്, എന്നിരുന്നാൽ പോലും ലാംഗ്വേജുമായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. സോ താങ്ക് യു.